UK കലാപത്തിയിൽ വേവുകയാണ്. കാരണമായത് ജൂലൈയിൽ നടന്ന ഒരു കത്തിക്കുത്ത് വാർത്തയാണ്. 3 കുഞ്ഞുങ്ങളുടെ ജീവനാണ് സൗത്ത് പോർട്ടിലെ കത്തിയാക്രമണത്തിൽ ഇല്ലാതായത്. പിന്നാലെ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ അഴിച്ചുവിട്ടത് വൻ സംഘർഷമാണ്. ഇപ്പോൾ മലയാളികളടക്കമുള്ള വിദേശികൾ ഭയന്നാണ് UKയിൽ കഴിയുന്നത്. ഇന്ത്യൻ സർക്കാർ പ്രവാസികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ ആക്രമണങ്ങളുടെ പിന്നിൽ എന്താണ്? റിപ്പോർട്ടുകൾ പറയും പോലെ UKയിൽ നടക്കുന്നത് ഇസ്ലാം വിരുദ്ധ കലാപമാണോ? സൗത്ത് പോർട്ടിലെ കൊല ഗൗരവകരമായ വിഷയം തന്നെയാണ്. കുട്ടികൾ തമ്മിലുള്ള ആക്രമണമായതിനാൽ പ്രായപൂർത്തിയാവാത്ത ആക്രമിയുടെ പേര് പുറത്തുവിടാൻ പാടില്ലെന്നാണ് UKയിലെ നിയമം. എന്നാൽ ഇത് ചിലർ അവസരമാക്കി, പ്രത്യേകിച്ച് രാജ്യത്തെ തീവ്ര വലതുപക്ഷക്കാർ. ഇതിന് കാരണമായത് ഒരു മാധ്യമമാണ്. ചാനൽ 3 Now എന്ന മീഡിയ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ വ്യക്തി മുസ്ലിം നാമധാരിയാണെന്നും കുടിയേറ്റക്കാരനാണെന്നുമുള്ള വാർത്ത പുറത്തുവിടുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വൈറലായി. അതോടെ രാജ്യത്തെ തീവ്ര വലതുപക്ഷക്കാർ അവരുടെ കുടിയേറ്റ മുസ്ലിം വിരുദ്ധതയുമായി രംഗത്തെത്തി. ഇതോടെ UKയിലെ തെരുവുകളിൽ അതിരൂക്ഷ സംഘർഷങ്ങൾക്ക് സഹ്യം വഹിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അഭയാർത്ഥികളും പ്രവാസികളുമുള്ള പ്രദേശത്താണ് ആക്രമിക്കപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ദിവസങ്ങളിൽ ആക്രമിക്കേണ്ട കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് അടക്കമാണ് സോഷ്യൽ മീഡിയയിൽ കലാപകാരികൾ പോസ്റ്റ് ഇടുന്നത്. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും ഇസ്ലാം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കും കുപ്രസിദ്ധമായ തീവ്ര വലതുപക്ഷ സംഘടനയാണ് ഇതിനു പിന്നിൽ. ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ്, നവനാസി ഗ്രൂപ്പ്, ബ്രിട്ടീഷ് മൂവ്മെന്റ്, ഫാസിസ്റ്റ് ഗ്രൂപ്പായ പാട്രിയോട്ടിക് മൈൽസ് എന്നിവരും വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിലുണ്ട്. ഇവർ ഇടുന്ന ലിസ്റ്റ് അനുസരിച്ചാണത്രേ ആളുകൾ അക്രമത്തിനായി എത്തുന്നത്. എന്നാൽ ചാനൽ 3 Now റിപ്പോർട്ട് ചെയ്ത പോലെ സൗത്ത് പോർട്ടിലെ കലാപത്തിനു പിന്നിൽ മുസ്ലിം നാമധാരിയാണോ അല്ലെന്നതാണ് സത്യം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ UK കോടതിയുടെ ഇടപെടലിൽ ഇയാളുടെ പേര് പുറത്തുവിട്ടിരുന്നു. വെയിൽസിൽ ജനിച്ചു വളർന്ന ആക്സൽ റുഡാകുബാന എന്ന 17-കാരനാണ് പ്രതിയെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാൾ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തു നിന്നും കുടിയേറി പാർത്തുവന്ന ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ തന്നെയാണ്. എന്നാൽ കലാപത്തി ഇപ്പോഴും ശമിച്ചിട്ടില്ല. കാരണം സൗത്ത് പോർട്ട് കൊലപാതകത്തിലെ പ്രതിയെ സംബന്ധിക്കുന്ന വ്യാജ വാർത്ത നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി കുറഞ്ഞത് 15.7 ദശലക്ഷം പേരിലേക്കാണ് എത്തിയത്. പക്ഷേ മുസ്ലിം വംശജർക്കെതിരായിട്ടുള്ള ആക്രമണം കുറഞ്ഞു. എങ്കിലും ഇപ്പോഴും ഇംഗ്ലീഷ് അല്ലാത്ത എല്ലാ വിദേശികൾക്കെതിരെയും ആക്രമണം നടക്കുകയാണ്. പോലീസും ഗവൺമെന്റും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ആക്രമണം അങ്ങിങ്ങായി നടക്കുന്നു. ഇതുമൂലം UKയിലെ വിദേശികൾ പരിഭ്രാന്തിയിലാണ്. എന്തു വില കൊടുത്തും പ്രദേശത്തെ അമർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് UK ഭരണകൂടം. പ്രശ്നം താൽക്കാലികമാണെന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്നും UK സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്കോ ഒറ്റപ്പെട്ട സ്ഥലത്തൂടെയോ നടക്കരുതെന്നും കരുതൽ വേണമെന്നും വിവിധ സംഘടനകൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.